ഒരേ തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അമല പോൾ മലയാളിയാണെങ്കിലും തമിഴ് സിനിമയിലൂടെ ഉയർന്നു വന്ന താരമാണ് അമല പോൾ. 2010 വീരശേഖരൻ എന്ന ചിത്രത്തിലൂടെയാണ് അമല തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. എന്നാൽ അങ്ങനെയൊരു ചിത്രം ഇറങ്ങിയതായി ആരും അറിഞ്ഞില്ല എന്നതാണ് സത്യം. തുടർന്ന് വിവാദ സംവിധായകൻ സാമി ഒരുക്കിയ സിന്ധു സാമവേലി എന്ന ചിത്രത്തിലാണ് അമല അഭിനയിക്കുന്നത്. മൃഗമെന്ന തന്റെ മുൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് നായികയായ പത്മപ്രിയയെ പരസ്യമായി തല്ലുക വഴി വിവാദങ്ങളുണ്ടാക്കിയ സംവിധായകനാണ് സാമി. ഭർത്താവിന്റെ പിതാവിനെ പ്രണയിക്കുന്ന ഒരു യുവതിയുടെ വേഷമാണ് സിന്ധു സാമവേലിയിൽ അമല അവതരിപ്പിച്ചത്. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ പുറത്തുവന്ന ആ ചിത്രം വലിയ വിജയമായില്ല. എങ്കിലും അമലയുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് മൈന എന്ന സിനിമയിലേക്ക് അമലയ്ക്ക് ക്ഷണം ലഭിക്കുന്നത്. ചിത്രത്തിന്റെ വിജയം അമലയ്ക്ക് കൈനിറയെ അവസരങ്ങൾ നൽകുകയായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ തമിഴിലും തെലുങ്കിലും മുൻനിര നായികമാരുടെ കൂടെ എത്താൻ അമലയ്ക്ക് സാധിച്ചു. എന്നാൽ മൈനയിൽ അഭിനയിച്ചതിനു ശേഷം ഒരേ തരത്തിലുള്ള വേഷങ്ങളാണ് അമലയെ തേടിയെത്തിയത്. എന്നാൽ ഒരേ തരത്തിലുള്ള വേഷങ്ങൾ ചെയ്താൽ സിനിമാ രംഗത്ത് ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അമല തന്റെ ട്രാക്ക് മാറ്റിപ്പിടിക്കുകയായിരുന്നു. ഗ്രാമീണ പെൺകുട്ടിയിൽ നിന്ന് അതിഗ്ലാമറസായ വേഷങ്ങളിലേക്കുള്ള തന്റെ ചൂടുമാറ്റത്തിന് കാരണം ഈ ടൈപ്പ് കാസ്റ്റിംഗ് ആണെന്ന് അമല പറയുന്നു. ഒരേ തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും തന്നെയില്ല. വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഗ്ലാമർ അതിന്റെ ഭാഗമായിരിക്കും. അതുമല്ല, ഇപ്പോൾ താൻ ശരിയായ ട്രാക്കിലാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ടെന്നും അത് തുടരുമെന്നും അമല പറയുന്നു. ചരിത്രത്തിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് തന്റെ അഭിനയ ജീവിതത്തിന്റെ ആഗ്രഹമെന്നും അമല വെളിപ്പെടുത്തി. ഇപ്പോൾ തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന നടിമാരിൽ മൂന്നാമതാണ് അമലയുടെ സ്ഥാനം. മലയാളിയാണെങ്കിലും ഇതുവരെ 3 ചിത്രങ്ങളിൽ മാത്രമാണ് അമല അഭിനയിച്ചിട്ടുള്ളത്. അതിൽ മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൽ പുറത്തുവന്ന റൺ ബേബി റണ്ണാണ് ശ്രദ്ധേയമായ ചിത്രം. തുടർന്ന് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയാണ് മലയാളത്തിൽ അമലയുടേതായി പുറത്തിറങ്ങിയ സിനിമ. ചിത്രത്തിൽ ഫഹദുമായി തനിക്ക് ഒരു മികച്ച രസതന്ത്രം രൂപപ്പെടുത്താനായി എന്നാണ് അമല പറയുന്നത്. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി താനും ഫഹദും തമ്മിൽ ആരോഗ്യകരമായ മത്സരമായിരുന്നു ഉണ്ടായിരുന്നെന്നും അമല പറയുന്നു. കഥാപാത്രത്തോട് പൂർണ്ണമായും നീതി പുലർത്താനായെന്നാണ് താൻ കരുതുന്നതെന്നും നടി കൂട്ടിച്ചേർത്തു. അടുത്തതായി മോഹൻലാൽ നായകനാകുന്ന ജോഷി ചിത്രമായ ലൈല ഓ ലൈലയിലും അമല തന്നെയാണ് നായിക. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.